കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ നെറ്റ് ഉണ്ടായില്ല. അപ്പൊ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നേരത്തെ നമ്മൾ ചോദിച്ചിട്ട് അടുക്കളയുടെ കാര്യം സംസാരിച്ചില്ല. അപ്പൊ മിക്ക സ്ഥലത്തും അടുക്കള ഒരു അടുപ്പ് വെക്കുന്നു. നമ്മൾ സാധാരണ ഭക്ഷണം പറയുന്ന അടുപ്പ് വെക്കുന്ന ഒന്നുകിൽ അത് കിഴക്ക് ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കും, പടിഞ്ഞാറോട്ട് വെക്കുന്നില്ല. അപ്പൊ അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? പടിഞ്ഞാറ് പറ്റില്ല എന്ന് അങ്ങനത്തെ എന്തെങ്കിലും? കാരണം മിക്ക വീട്ടിലും ഒന്നുകിൽ അത് വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് കാണുന്നു. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് ചെയ്തിട്ടാൽ. അസ്സലാമു അലൈക്കും. ഇതില് കിഴക്ക് ഭാഗത്താണ് അടുക്കള ഒരാൾ വെക്കുന്നതെങ്കിൽ അവനത് കിഴക്കോട്ട് നോക്കിയിട്ട് വേണം അത് കത്തിക്കാൻ. പക്ഷെ പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള വെക്കുന്നതെങ്കിൽ അവിടെ വടക്ക് നോക്കി വടക്കിട്ട് ഭാഗത്തെ കത്തിക്കണം എന്ന് അങ്ങനെ ഒരു ഇതൊന്നും ഇസ്ലാമിൽ ഇല്ല. പടിഞ്ഞാറ് എന്റെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള. അതിൽ പടിഞ്ഞാറ് നോക്കിയിട്ടാണ് കത്തിക്കുന്നത്. അതിൽ ഇസ്ലാമികപരമായിട്ടോ അല്ലെങ്കിൽ വാസ്തു ശാസ്ത്രപരമായിട്ടോ അതില് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയാണെങ്കിൽ വടക്കിട്ട് നോക്കി കത്തിക്കണം എന്നൊന്നുമില്ല. പിന്നെ പല ആളുകളും വടക്ക് ഭാഗത്താണ് അവരെ കിണറ് എങ്കിൽ അവിടേക്ക് തിരിഞ്ഞ് കത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനും ഒരു അസുലൊന്നുമില്ല, വാസ്തുശാസ്ത്രത്തിലുമില്ല, ഇസ്ലാമിക കാഴ്ചപ്പാടിലുമില്ല. നമുക്ക് എന്ന് പറഞ്ഞാല് പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള എങ്കിൽ അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് തന്നെ കത്തിക്കണം. സാധാരണഗതിയില് ഇതിന്റെ ശാസ്ത്രം പറഞ്ഞു തന്നെ കത്തിക്കുന്ന ഭാഗത്ത് ഒരു മറയില്ലാത്ത രീതിയിൽ ഏത് ഭാഗത്തേക്കാണോ അടുക്കള വെച്ചിരിക്കുന്നത്, വടക്ക് കിഴക്കാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കും, വടക്ക് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കും, തെക്ക് കിഴക്കാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കും, തെക്ക് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കും അടുത്ത് ആളിന്റെ മുഖം അഭിമുഖീകരിച്ച് കത്തിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് വടക്ക് ഭാഗത്ത് മാത്രമേ അടുക്കള കാണുന്നുള്ളൂ എന്ന് പറഞ്ഞത് ശരിയല്ല. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാറോട്ടാണ് കത്തിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്റെ വീട് ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. സഹോദരന്മാർ, ഈ വിഷയത്തിൽ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാറുണ്ടാണ്. നേരത്തെ പാല മരത്തിനെ കുറിച്ചല്ലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അത് ഇടയ്ക്ക് വെച്ച് ഉസ്താദ് കട്ടായതാണ്. അപ്പോ അതും കൂടി വേറെ കൂടി ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ഒരു വീടിന്റെ തെക്ക് ഭാഗത്ത് പുളിമരം വരണം, നെല്ലിമരം വരണം, വടക്ക് ഭാഗത്ത് പിന്നെ പ്ലാവ് വരണം, കിഴക്ക് ഭാഗത്ത് പാല വരണം, അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. ഏത് ഭാഗത്ത് മരം വരണം, ഏത് ഭാഗത്തും ഇന്ന മരം വരണം എന്നൊന്നും കാഴ്ചപ്പാടില്ല. പക്ഷേ ഹൈന്ദവ വാസ്തു ശാസ്ത്രപ്രകാരം ഇന്ന ഭാഗത്ത് ഇപ്പൊ വടക്ക് ഭാഗത്താണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പ്ലാവ് മരമാണെങ്കിൽ നല്ലതാണെന്ന് പറയും, തെക്ക് വശത്ത് പുളിമരമാണെങ്കിൽ നല്ലതാണെന്ന് പറയും. ഇതൊന്നും ഒരു ലക്ഷണവും അപലക്ഷണവും കണക്കാക്കാൻ പറ്റിയ സ്ഥലം ഇതല്ല. ഒരു വീടിന്റെ ലക്ഷണവും അപലക്ഷണവും അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ലക്ഷണവും അപലക്ഷണത്തിൽ പെട്ടതൊന്നും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞൊന്നുമില്ല. മറിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ച് പാലമരം എന്നുള്ളത് രണ്ട് തരത്തിൽ, ഒന്ന് ശാസ്ത്രീയപരമായി നോക്കുമ്പോ അതിന്റെ ഇല ശുദ്ധവായു തരുമെന്നുള്ളതാണ്. ഏറ്റവും ശുദ്ധമായി തരുന്ന മരമാണ് പാലിന്റെ ആ ഇല. മറിച്ച് ഹിന്ദുക്കൾക്ക് അത് അവരുടെ ആരാധന മരമാണ്. പാലയുടെ ചുവട്ടിലാണ് അല്ലെങ്കിൽ ആലിന്റെ ചുവട്ടിലാണ് അവരെന്ത് ചെയ്യുക, ദൈവങ്ങളെ കുടിയിരുത്തുന്നത്. അവരുടെ വിശ്വാസപ്രകാരം തന്നെ അവരുടെ ശൈത്താൻ അല്ലെങ്കിൽ മൂർത്തികളൊക്കെ പാലമരത്തിലാണ് ഇരിക്കുക, പാലിന്റെ ചുവട്ടിലാണ് ഉത്തമം എന്നൊരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. പക്ഷെ നമുക്ക് ആ കാഴ്ചപ്പാടില്ല. നമുക്ക് ആ മരം ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി, നമുക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. മറിച്ച് കൂടുതൽ ശൈത്താൻ ആകർഷിക്കുന്ന മരം പാലമരം ആയതുകൊണ്ട് നമ്മുടെ വളപ്പിലുണ്ടെങ്കിൽ അതിനെ മുറിച്ചു കളയാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
ഏതെങ്കിലും സഹോദരന്മാർക്ക് ഈ വിഷയത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്ന ഏതായാലും നമ്മുടെ ജാഫർ സാഹിബ് നേരത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ജാഫർ ഒന്നും കൂടി ഒരു വോളിയം കൂട്ടി ചോദിക്കട്ടെ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഇപ്പോ സൗണ്ട് ഉണ്ടോ? അതായത് ഉസ്താദ് ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ പറയാലോ. ഇപ്പൊ നമ്മളെ വീട്ടിലാണ് ഇപ്പൊ അടുപ്പൊക്കെ ഉണ്ട്, വേറെ കിണറൊക്കെ ഇന്ന ഭാഗത്താണ്. അപ്പൊ ചില ആൾക്കാർ വന്ന് പറയും അത് പ്രശ്നമുണ്ട്, അത് ഭാഗം തിരിച്ചാൽ മതി. അപ്പൊ ഭാഗം തിരിച്ചപ്പോ നമ്മളെ വീടിന്റെ പ്രശ്നം മാറും പറയും. അതേമാതിരി ഇപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് കിണർ, അതായത് പടിഞ്ഞാറ് വടക്ക് മൂലൊക്കെ കിണർ പാടില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ. അതേമാതിരി കന്നിമൂലൊക്കെ കിണർ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ പറയും ചില ആൾക്കാർ പറയും വെള്ള ടാങ്ക് പറ്റൂല. അതൊക്കെ പ്രശ്നമില്ല, അത് 4 കല്ല് വെച്ച് അതിൽ തിരിച്ചാൽ മതി, അപ്പൊ അതിന്റെ പ്രശ്നം മാറുന്നതാണ്. അതൊക്കെ വെറുതെ അവരെ മനസമാധാനത്തിന് പറഞ്ഞു. അപ്പൊ നമ്മളെ തൊടുവിലാണെങ്കിൽ തന്നെ 2 തൊടുവാക്കിയാൽ അങ്ങനെ അത് മാറുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഇപ്പോ നമുക്ക് കിണർ സ്ഥാനം ശരിക്ക് നമുക്ക് നിർണയിക്കുന്നത് യഥാർത്ഥത്തിൽ 1-ാം സ്ഥാനമായിട്ട് വടക്ക് കിഴക്ക് മുരില, അതാണ് വെള്ളത്തിന് സ്ഥാനം. നമ്മുടെ വീടിനെ 4ആയിട്ട് ഇങ്ങനെ ഭാഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലത്തിന് 4ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ഒരു 4 കള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നന്നാലും 16 കള്ളി വരയ്ക്കുക. 4 കള്ളി ഇങ്ങനെ ക്രോസ്. അതില് ഒരു ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗം വരുന്നവർ കിണർ സ്ഥാനമാണ്. അതിന് തൊട്ട് തെക്ക് വശത്തേക്ക് ചേർന്ന് വരുന്ന ആ മൂല കിണറാണ്. തൊട്ടുകൂടി ചേർന്ന് വരുന്നത് കിണറാണ്. തെക്ക് കിഴക്ക് ഭാഗം കിണറിന് പറ്റൂല, വടക്ക് പടിഞ്ഞാറും കിണറിന് പറ്റൂല. നമ്മുടെ കേരളത്തില് മൊത്തം കിണറുകൾക്ക് സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്നത് വടക്ക് കിഴക്ക് മൂലയില. പിന്നെ രണ്ടാമതായിട്ട് കിണറിന് സ്ഥാനം തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്. ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിലൊക്കെ ഈ നായന്മാരാണ് കൂടുതലായിട്ട് കിണറിന് സ്ഥാനം കാണുന്നത്. അവിടെയൊക്കെ ഈ വാസ്തുശാസ്ത്രം പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയില് കിണറുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് ഇറച്ചി മീനൊന്നും വെക്കാൻ പറ്റൂല, അത് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മൺസൊക്കെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കിണർ ഒഴിക്കുന്നത്. എന്നാൽ അതിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കിണർ വന്നാൽ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, ഇല്ലതാനും. എന്നാല് തെക്ക് കിഴക്ക് മൂലയിലും തെക്ക് പടിഞ്ഞാറ് മൂലയില് ഈ പറഞ്ഞ ബ്രാഹ്മണസിന്റെ ചിന്താഗതി പ്രകാരം തെക്ക് പടിഞ്ഞാറ് മൂലയിലാണെങ്കിൽ അവിടെ നിന്നെടുത്ത് വെള്ളം എടുത്തിട്ട് മീനോ ഇറച്ചി വെക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടാണ് ബ്രാഹ്മണസിനുള്ളത്. കാരണം പൊതുവെ രഹസ്യമായിട്ട് പരസ്യമായി മാംസം കഴിക്കാത്തവരാണുള്ളവര്. പഴയ ബ്രാഹ്മണസ് തീരെ കഴിക്കൂല, ഇപ്പോഴത്തെ തലമുറ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഈ തെക്ക് കിഴക്ക് മൂലയിലും വടക്ക് പടിഞ്ഞാറ് മൂലയിലും ശരിക്ക് ആ കോണിൽ കിണർ വന്നാൽ അവിടെ പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആ മൂല കറക്റ്റായി വന്നാൽ തെക്ക് കിഴക്ക് മൂല വന്നാൽ മരണം വരെ സംഭവിക്കാമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. പക്ഷെ ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും തെക്ക് കിഴക്ക് മൂലയിലും വടക്ക് പടിഞ്ഞാറ് മൂലയിലൊക്കെ കിണർ വന്നാൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തെക്ക് കിഴക്ക് മൂലയിൽ വന്നാൽ അസുഖം വരും എന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തെക്ക് കിഴക്ക് മൂലയിലും വടക്ക് പടിഞ്ഞാറ് മൂലയിലൊക്കെ കിണറിന്റെ സ്ഥാനം ഒഴിവാക്കുക. അതേപോലെ തന്നെ ഈ ബാത്റൂം നിൽക്കുന്നത് വടക്ക് കിഴക്ക് മൂലയിൽ ബാത്റൂം പറ്റൂല. ബാത്റൂം തീരെ പറ്റാത്ത ഭാഗമാണ് വടക്ക് കിഴക്ക് മൂല. അതേപോലെ കന്നിമൂലയിലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും പറ്റൂല. എന്നാൽ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ബാത്റൂം കൊണ്ടുവരാം, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ വന്നാൽ മൂപ്പര് പറഞ്ഞതുപോലെ മുമ്പത്തെ ജാഫർ മഞ്ഞിൽന്നോ മാന്നിൽന്നോ അദ്ദേഹം പറഞ്ഞതുപോലെ പിന്നെ അതിൽ നിർണയിച്ച് മാറ്റുക പറഞ്ഞത് ചെറിയൊരു പരിഹാരമേ ഉള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ കാഷ്ടമുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് വരാതിരിക്കാൻ, അല്ലെങ്കിൽ വയർപ്പ് സ്മെല്ല് വരാതിരിക്കാൻ നാം അത്തറ് പൂശുന്നത് പോലെ മറ്റുള്ളവർക്ക് അപ്പോൾ ആ വയർപ്പിന്റെ മറ്റോ സ്മെല്ല് വരുന്നില്ല, അത്തറിന്റെ സ്മെല്ലേ വരുന്നുള്ളൂ. അതേപോലെയുള്ള ഒരു പരിഹാരമാണ്. പക്ഷേ വീണ്ടും ബിസി ആയി പോയേട്ടാ. കേൾക്കുന്നുണ്ടോ? മാർക്കറ്റ് അബ്ദുൽ ഖാദർ കേൾക്കുന്നുണ്ടോ? സഹോദരന്മാരെ, നമ്മളിങ്ങനെ
ഈ കേൾക്കുന്ന വിഷയങ്ങളൊന്നും ഒരു ശരയായ നിയമങ്ങളൊന്നും അല്ല. ആരും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണൊന്നും ആർക്കും ഉണ്ടാകും. കിതാബ് പറഞ്ഞ ശരയായ നിയമങ്ങളൊന്നുമല്ല. ഇതൊക്കെ പൊതുവെ നാട്ടിൽ നടന്നു വരുന്ന വിട്ടു നോക്കല്ലേ. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? എന്തൊരു ഉസ്താദ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നല്ലൊരു വിശദീകരണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടക്കാണ് ഉസ്താദിന്റെ നെറ്റ് പോയത്. നാട്ടിൽ നിന്നാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെയാണിത്. അപ്പം നാട്ടിൽ നിന്നുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ അറിയാം മൈക്ക് ചില സമയത്ത് ഇങ്ങനെ നമുക്ക് കട്ടുകട്ടായിട്ട് ഇങ്ങനെ വരും. പക്ഷെ എന്നാലും അവരുടെ കയ്യിൽ മൈക്ക് ഉണ്ടാവും അവിടെ. നമ്മൾ മൈക്ക് പോയ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഡിസ്കണക്ട് ആവും. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കത് കണക്ട് ആയിട്ട് പിന്നെയും ക്ലാസ് തുടരും. അത് അവർക്ക് തന്നെ മൈക്ക് കിട്ടും. മൈലക്സ് അങ്ങനെ കിട്ടലുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ആരും മൈക്കിലേക്ക് പെട്ടെന്ന് എടുക്കരുത്. അതായത് നാട്ടിൽ നിന്നാവുമ്പോൾ നെറ്റിന്റെ പരിമിതികളൊക്കെ ഉണ്ടാകും. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ല ക്ലിയർ സൗണ്ടാണ്. സാധാരണ ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ സൗണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ അൻവരി ഉസ്താദിന്റെ സൗണ്ട് അൽഹംദുലില്ലാഹ് വളരെ ക്ലിയറോട് കൂടി തന്നെ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വിശദീകരണവുമുണ്ട്. ഏതായാലും ചോദ്യകർത്താക്കളൊക്കെ ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരിക, ക്ലാസ്സിനെ ധന്യമാക്കുക. ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം, ഇത് ചോദിക്കാനും ഇത് കേൾക്കുന്നവരുമുണ്ട് എന്ന് അവർക്കും തന്നെ തോന്നുകയുള്ളൂ. നമ്മൾ ഏത് ഉസ്താദുമാരും നമ്മുടെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ക്ലാസ്സുകളായിട്ട് വരുമ്പം നമ്മളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രോത്സാഹനം അവർക്ക് കിട്ടണം. അത് അവർക്ക് തിരിച്ച് ചോദ്യങ്ങൾ ചെല്ലുമ്പോഴാണ് അവരെടുത്ത ക്ലാസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്കും തന്നെ മനസ്സിലാകുക. ഏതായാലും അൻവരി ഉസ്താദ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ തന്ന വിശദീകരണത്തിന്റെ പകുതി ഭാഗമേ ആയിട്ടുള്ളൂ, ബാക്കി അപ്പോഴേക്ക് DC ആയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു ഇവിടെ കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കണം, അതുകൊണ്ട് നെറ്റ് പോവാണ്. BSNന്റെ ബ്രോഡ്ബാൻഡ് വെച്ചേക്കാണ്, അതുകൊണ്ട് നെറ്റ് പോവാണ്. അതിലപ്പോ പറഞ്ഞത് ഈ ബാത്റൂം അല്ലെങ്കിൽ കിണർ വരാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ വളപ്പ് കെട്ടി മാറ്റിയാൽ മതി എന്ന് പറയുന്നത് ശാശ്വത പരിഹാരമല്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ അത് വളപ്പ് കെട്ടി മാറ്റുന്നത് താൽക്കാലിക പരിഹാരമാണ്. കുളിക്കാത്ത ഒരാള് സെന്റ് തേച്ചാൽ നാറ്റം പോകുന്നത് പോലെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് സെന്റ് തേച്ചാല് സെന്റിന് മണൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കുളിക്കാത്ത മണം അവിടെ തന്നെ കിടക്കണ്ടല്ലോ. പക്ഷെ താൽക്കാലിക പരിഹാരത്തിന് സെന്റ് തേക്കുന്നത്, പൗഡർ ഇടുന്നത്. അതേപോലെ വളപ്പ് തിരിച്ചു മാറ്റുന്നുള്ള താൽക്കാലിക പരിഹാരം മാത്രമേ ഉള്ളൂ. എല്ലാം എന്തല്ല ശാശ്വതമായ പരിഹാരമല്ല. അവിടെ ഒരാൾ വന്ന് നോക്കുമ്പോ കിണർ നിൽക്കുന്നത് നമ്മുടെ വളപ്പിലല്ല എന്ന് തോന്നുന്ന രീതിയിൽ കിണറിനെ വളപ്പ് തിരിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ ബാത്റൂം പാടില്ലാത്ത അവിടെ കെട്ടിയാൽ അതിനെ വളപ്പ് തിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ അത് ശാശ്വത പരിഹാരമല്ല. അങ്ങനെ ചെയ്താലും താൽക്കാലിക പരിഹാരങ്ങൾ അതൊന്നുണ്ടാവും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. അതുപോലെ തന്നെയാണ് ഇപ്പോ നമ്മള് ഈ അടുപ്പുണ്ടാക്കുമ്പോ വടക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞ്, ഇപ്പൊ തെക്ക് വടക്ക് അടുപ്പുണ്ടാക്കിയാല് വീട്ടിലെ സ്ത്രീകൾക്ക് തലവേദന വരും, അടുപ്പത്ത് നിൽക്കുന്നവർക്ക് ഇതുണ്ടാവില്ല, അങ്ങനൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കിഴക്ക് വശത്തോട്ടാണ് തിരിഞ്ഞ് കത്തിക്കുന്നത്. ശരിക്കും ചില ഭാഗങ്ങൾ നമ്മുടെ ഇസ്ലാമിക വാസ്തുവാസം എന്ന് പറഞ്ഞിട്ട് ചില ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അത് പറയും പടിഞ്ഞാറ് വശത്തോട്ട് തിരിഞ്ഞാണ്ട് ഭക്ഷണം ഉണ്ടാക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ അടുപ്പ് വെച്ചാല്
നമ്മുടെ നാട്ടിലൊക്കെ പറയും കിഴക്കോട്ട് തിരിഞ്ഞ് കത്തിക്കണം, അടുപ്പിന്റെ മുഖഭാഗമാണ് പടിഞ്ഞാറോട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ആ അടുപ്പ് കത്തിക്കുന്ന സ്ത്രീകൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അപ്പൊ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു കാണാൻ നമ്മൾ ഭക്ഷണം പാകം ചെയ്യേണ്ടത് ശരിക്കും? അസ്സലാമലൈക്കും. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചപ്പോൾ വിശദീകരിച്ചതാണ്. നമ്മൾ പടിഞ്ഞാറ് നമ്മൾ കിബിലയുടെ ഭാഗം മുന്തിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാട് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് കത്തിക്കണമെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് കത്തിക്കുമ്പോൾ തലവേദന പെണ്ണുങ്ങൾക്ക് വരുന്നു എന്ന് പറഞ്ഞതിൽ ഒരു അടിസ്ഥാനം വേറെയുണ്ട്. സാധാരണ കിഴക്കിൽ നിന്നാണ് കാറ്റ് അടിച്ചു വീശുന്നത്. കിഴക്കിൽ നിന്ന് കാറ്റ് അടിച്ചു വീശുമ്പോൾ സ്വാഭാവികമായിട്ടും വീടിന്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ ആ അടുക്കളയിലൊക്കെ ജനലിൽ ഉള്ള അഥവാ പുകയെടുപ്പില്ലാത്ത അടുപ്പാണ് എങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് കത്തിക്കുന്നവിടെ ജനലാണ് അവിടെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും പുക അടിച്ച് സ്ത്രീകൾക്ക് കണ്ണക്കെറിഞ്ഞ് തലവേദന വരും, അത് സംശയമില്ല. അതല്ലാണ്ട് ഒരു വിശ്വാസത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ കിഴക്കിട്ട് തിരിഞ്ഞ് കത്തിച്ചത് കൊണ്ടാണ് അങ്ങനെ തലവേദന വരുന്നതെന്നോ ഒന്നും തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാടില്ല. അത് ശാസ്ത്രീയപരമായിട്ട് പറയുന്നൊരു വിഷയം, കിഴക്കോട്ട് കത്തിക്കുമ്പോൾ ജനാലാണ് അവിടെ ഉള്ളതെങ്കിൽ തീർച്ചയായും 99% സ്ത്രീകൾക്ക് തലവേദന വരും. കാരണം കിഴക്കുന്നാണ് ഏറ്റവും കൂടുതൽ കാറ്റടിച്ചു വീശുന്നത്, കിഴക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടിഞ്ഞാറിന് കറങ്ങി നേരെ വടക്ക് ഭാഗം മുകളിൽ പിന്നെ തെക്ക് ഭാഗത്തേക്ക് കാറ്റ് പോകുന്നു. അങ്ങനെ പോകുമ്പോഴാണ് വീടിന്റെ ഉള്ളിൽ പുക ചുറ്റി സ്ത്രീകൾക്ക് കണ്ണിൽ കൂടെ വെള്ളം വരുന്നു, തലവേദന വരുന്നത്. അല്ലാണ്ട് എന്തല്ല നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അത് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടാണ് തലവേദന എന്നുള്ളതല്ല. പൊതുവെ പടിഞ്ഞാറ് മുന്തിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമേ പടിഞ്ഞാറ് തിരിഞ്ഞ് കത്തിക്കുക എന്ന അടിസ്ഥാനം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പടിഞ്ഞാറ് മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് പറ്റില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ ഉസ്താദെ, ഇപ്പൊ നമ്മള് വീടിന് തറ കിട്ടുമല്ലോ. അപ്പൊ എന്റെ വീടിനൊക്കെ ചെരിഞ്ഞ പ്രദേശത്താണ് എന്റെ വീട്. അപ്പൊ ഞാൻ പുതിയ ഇതായിട്ട് റൂം ഉണ്ടാക്കിയപ്പോൾ 3 സ്റ്റെപ്പാണ് തറ. അതായത് അടിയില് വലിയ വീതികൾ മാറ്റി വെച്ച് പിന്നെ അതിന്റെ മേലെന്ന് ഒരു സ്റ്റെപ്പ് കൊടുത്ത് പിന്നെ അതിന്റെ മേലെ കൊടുത്തിട്ടാണ് പിന്നെ അതിന്റെ മേലെന്നാണ് പടു തുടങ്ങിയത്. അപ്പൊ ആദ്യം വന്നപ്പോ വീട്ടിപ്പുറത്ത് വേറെ വന്നപ്പോ വീട്ടിൽ ഉസ്താദ് പറഞ്ഞു അത് പറ്റൂല, 3 നില പറ്റൂല, 1ഉം 3ഉം പറ്റൂല, 2 പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉസ്താദിനോട് പുതിയ പേരെ ആയിട്ട് പൈസ തരാൻ പറയും, ഇതിന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 3 നിലക്ക് തറയിടാൻ പാടില്ല എന്നൊന്നും? അസ്സലാമലൈക്കും. നിങ്ങൾ സ്റ്റെപ്പായിട്ടാണ് തറ കെട്ടിയതെങ്കിൽ, അതായത് ആദ്യം അതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വീടിനെ ഞാൻ എപ്പോഴും വീട് കെട്ടുകയാണെങ്കിൽ ആ വീടിനെ നമ്മൾ നിലവാക്കണം. ചെരുവാണെങ്കിൽ കിഴക്കോട്ട് പൊതുവെ ചെരുവുള്ള സ്ഥലമാണെങ്കിൽ അത് നല്ലതാണ്. തെക്കിട്ട് ചെരുവാണെങ്കിൽ അത് ഇത്തിരി ബർക്കത്തില്ല, പല പ്രശ്നങ്ങളും ആ വീട്ടിലുണ്ടാവും. വടക്ക് ഭാഗത്തേക്ക് ചെരുവാണെങ്കിലും കുഴപ്പമില്ല, പടിഞ്ഞാറ് ഭാഗത്തേക്ക് തീരെ ചെരുവ് പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ശരിക്കും നിരപ്പാക്കണം. എല്ലാവരും തറയിലെ സ്റ്റെപ്പ് എല്ലാം ചെയ്ത് തറയിൽ സ്റ്റെപ്പാക്കുമ്പോൾ 2 എഞ്ചിനീയറിംഗ് തിയറി പ്രകാരം ഒരു വിഷയം അതിൽ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ ചരിച്ച് 2 സ്റ്റെപ്പാക്കി ഇങ്ങനെ കല്ല് ഇടുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അടുത്ത തറ ആ കല്ലിന്റെ മുകളിൽ വേറെ തറ വരുന്നതെങ്കിൽ ഈ തറ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ തറ ചരിച്ചെടുക്കണം. സ്റ്റെപ്പാക്കി തറയെടുക്കാൻ പറ്റൂല. അതിന് മുകളിൽ കല്ല് വന്നാലും തറ പൊട്ടും. അങ്ങനെ വരുമ്പോൾ തറന് ചെറിയ സ്ലോപ്പായി കുന്നിന്റെ ഭാഗത്താണ് ചെറിയ സ്ലോപ്പ് കൊടുക്കുക. ആദ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള തറ, പിന്നെ മുകളിലേക്ക് ചെറിയൊരു ചരിവിന് ചരിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം കല്ല് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അല്ലാതെ തറ തന്നെ സ്റ്റെപ്പായി കെട്ടിയാൽ അവിടെ തറ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ലൂസായ മണ്ണാണെങ്കിൽ അടിയിൽ എന്തായാലും ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ചുരുങ്ങിയ നിലക്ക് 1/4 എന്ന തോതിൽ ഒരു ചട്ടി ഒരു കൊട്ട സിമെന്റ്, പിന്നെ 4 പിന്നെ മണല്, 8 പിന്നെ അത് എന്താണ് കല്ല് മെറ്റല്, ആ തോതിൽ അവിടെ PCC ചെയ്യണം. എന്നിട്ട് ലൂസുൽ മണ്ണാണെങ്കിൽ അത് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇങ്ങനെ ഇതായതുകൊണ്ട് വീട് വേറെ കെട്ടേണ്ട കാര്യമില്ല, 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് 3 നില എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഉറപ്പുള്ള മണ്ണാണെങ്കിൽ 3 അടി അഥവാ 90 സെന്റിമീറ്റർ എങ്കിലും നിർബന്ധമായും താത്തിയിരിക്കണം. ഒരു പ്രൊജക്ട് വർക്കാണെങ്കിൽ തീർച്ചയായും അത് ഒരു 1.60 വരെയാണെങ്കിൽ ഞങ്ങൾ താത്തും. സാധാരണ നാടൻ വർക്കിലാണ് ഒരു ചുരുങ്ങിയ പറഞ്ഞത് 3 അടി 90 സെന്റിമീറ്ററിന് ചുരുങ്ങിയതായിട്ട് വേണം ഇൻഷാ അല്ലാഹ്. ഇതങ്ങനല്ല, കരിമ്പാറയാണ് സ്ഥലം. ഉസ്താദ് പറഞ്ഞ കിഴക്ക് വശത്തോടെ ചെരുവ. അപ്പോ അടിയില് ഇപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടായത്, ഞാൻ തറട്ടപ്പോ ഞാൻ പറഞ്ഞു അടിയിൽ കുറച്ച് നമുക്ക് വലിച്ചുകാണ്ട് ഒരു 1.5-2 അടി വീതിയില് മറ്റേ ചെങ്കല്ലാണ്. ചെങ്കല്ലിൽ കുറച്ച് ഒരു മുട്ടിലേക്ക് ഉയരത്തിൽ അങ്ങനെ വെച്ചാൽ പിന്നെ അതിന്റെ മേലെ 12 വരി പാതകം മാറി 12 വരി പാതകം കൊടുത്തപ്പോഴേ മറ്റേ പേരന്റെ തറന്റെ ലെവലിൽ വന്നോളൂ. 12 വരി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്മേൽ 2 വരി തറയും കൊടുത്ത് എന്നിട്ട് അത് വീടായിട്ട്. അപ്പൊ അങ്ങനെ 3 സ്റ്റെപ്പായി പറ്റില്ല. അങ്ങനെ സ്റ്റെപ്പായിട്ടില്ല. 12 വരി തറ കൊടുത്ത് അത് തറ നല്ല വീതി 2-2.5 അടി 1.5-2 അടി വീതിയോളം തറയിൽ മറ്റേ പാതകത്തിന് കല്ല് വെച്ചിട്ടുണ്ട്. ചെങ്കല്ല് വെച്ചുകൊണ്ടാണ് കെട്ടിക്കുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ അതുകൊണ്ട് 3 സ്റ്റെപ്പ് ആയത് കൊണ്ട് പ്രശ്നം ഉണ്ടോന്നാ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ കോലിപ്പോ മനസ്സിലായിട്ടോ. അത് തറന്റെ അടിയിലെ പാദവും അതിന്റെ അപ്പുറത്തും അത് ശരിക്കും യഥാർത്ഥ എഞ്ചിനീയർ തിയറിയാണ്. എഞ്ചിനീയർ തിയറി പറഞ്ഞാല് ആദ്യം അടിയിൽ ഒരു ലെയർ കല്ല് വന്നാൽ, ഉദാഹരണം പറഞ്ഞാൽ 3 അടി വീതിയാണെങ്കിൽ പിന്നെ മുകളിൽ വരുന്നത് 60 സെന്റിമീറ്റർ വീതിയിൽ 60 സെന്റിമീറ്റർ കനം, പിന്നെ മുകളിൽ 45-45. അതിന് 3 സ്റ്റെപ്പ് കെട്ടുന്നതിൽ ഒരു വിരോധവുമില്ല. എഞ്ചിനീയറിംഗ് തിയറി പ്രകാരം അങ്ങനെയാണ് കെട്ടേണ്ടത്. അതാണ് അതിന്റെ എന്തേ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ എഞ്ചിനീയറിംഗ് തിയറി പ്രകാരമുള്ളതാണ് 3 സ്റ്റെപ്പ് എന്നുള്ളത്. അല്ലാണ്ട് വാസ്തുവിലോ ആണ് കെട്ടാൻ പറ്റില്ല എന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇതാവണ്ട, 3 സ്റ്റെപ്പ് കെട്ടാം. അങ്ങനെ ഒരു പേടിയും പഠിക്കണ്ട ഇൻഷാ അല്ലാഹ്. അപ്പൊ എനിക്ക് ഉറക്കത്തുണ്ടാവും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഈ പിന്നെ തെക്ക് ഭാഗത്തേക്ക് ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിലോ എന്തോ ബർക്കത്ത് കുറയെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എങ്ങനെ തെക്ക് ഭാഗത്തേക്ക് ആകുമ്പോ ബർക്കത്ത് കുറയുന്ന എന്തോ കേട്ടല്ലോ, അതൊന്ന് വിശദീകരിച്ചാൽ നന്നായി. തെക്ക് ഭാഗത്ത് പറഞ്ഞൊരു ബർക്കത്ത് കുറയുന്നുള്ള അവസ്ഥ പറഞ്ഞതിന്റെ വിഷയം, അതായത് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് എന്നും 2 ദിശയിലേക്കാണ് നല്ലതായിട്ട് വരുന്നത്. ഒന്ന് വടക്ക് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും വെള്ളത്തിന്റെ നീരൊഴുക്ക് വേണമെന്ന. നമ്മൾ കിണർ സ്ഥാനം കാണുകയും മറ്റേ സ്ഥാനം കാണുകയാണെങ്കിലും അസ്ലീപരമായിട്ട് അഥവാ പ്രകൃതിപരമായിട്ട് ഒരു ഭൂമി കിഴക്കോട്ടാണ് അല്ലെങ്കിൽ വടക്കോട്ടാണ് ചരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ വശത്ത് നമുക്ക് വെള്ളം 99% കിട്ടുന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കിണർ സ്ഥാനം കാണാൻ പോകുന്ന ആളും കൂടിയാണ്. അത് നോക്കുന്ന സമയത്ത് അങ്ങനെ വെള്ളം കിട്ടാറുണ്ട് ആ ഭാഗത്ത് 90%. മറിച്ച് തെക്ക് വശത്താകുന്ന സമയത്ത് തെക്ക് വശം താഴ്ന്നു കിടക്കുന്ന വീടുകളാവട്ടെ സ്ഥലങ്ങളാവട്ടെ അതിൽ പൊതുവെ താമസിക്കുന്നവർക്കൊക്കെ ഒരു ബർക്കത്ത് കമ്മിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പല പ്രശ്നങ്ങൾ വരുന്ന ആളുകളുടെ തെക്ക് വശത്തേക്ക് താഴ്ന്നു കിടക്കുന്ന ഭാഗമായതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ കെട്ടിയിട്ട് വീട് നിൽക്കുന്ന ഭാഗം മാത്രം സമനില ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് തെക്ക് വശം ചലിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ വ്യക്തമായ കാഴ്ചപ്പാടില്ല. പക്ഷേ ഇസ്ലാമിൽ സ്ഥലത്തിന്റെ ലക്ഷണം നമുക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ലക്ഷണം ഒത്ത സ്ഥലമാവണമെങ്കിൽ വടക്കോ കിഴക്കോ ലേശം ചരിവുള്ള സ്ഥലമാണെങ്കിൽ ലക്ഷണം ഒത്തതാണ്. പടിഞ്ഞാറോ തെക്കോ ചരിവാണെങ്കിൽ അത് അപലക്ഷണമുള്ള സ്ഥലത്തിൽപ്പെട്ടതാണ്. അപ്പൊ സ്ഥലത്തിന് ലക്ഷണമുണ്ട്, സ്ഥലത്തിന് ലക്ഷണം നോക്കണം എന്ന് ഇസ്ലാമിക കാഴ്ചപ്പാട് തന്നെയാണ്. അത് ഹദീസിലുമുണ്ട്. അതുകൊണ്ടാണ് അതില് അപലക്ഷണമാകുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ ലക്ഷണക്കേടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ബർക്കത്ത് കുറയുമെന്ന് പറയാൻ കാരണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇനി ബിസ്മില്ലാഹി ഉസ്താദിനെ ചോദിക്കണ്ടോ? അതെ, ഇനി ചോദ്യകർത്താക്കളുണ്ടെങ്കിൽ
മൈക്കിൽ വരെ ഫസലൊക്കെ എത്തിയിട്ടുണ്ട്. മറ്റു ചോദ്യകർത്താക്കളൊക്കെ ഒന്ന് റൈസാൻ ചോദിക്കാനാ. ചോദ്യകർത്താക്കള് ഒരുപാട് ആളുകൾ നേരത്തെ PM അടിച്ചിരുന്നു. PM അടിച്ചവരൊക്കെ നേരിട്ട് ചോദിക്കുക ചോദ്യങ്ങളൊക്കെ. ഏതായാലും അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ മറുപടി ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഏതായാലും ചോദ്യകർത്താക്കൾ എല്ലാവരും മൈക്കിൽ വരിക. മൈക്കിൽ അസ്സലാമു അലൈക്കും. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞു ഈ നിങ്ങൾ കിണറിനൊക്കെ സ്ഥാനം നോക്കാൻ പോകലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലൊരു സംശയം. അക്കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു പിന്നെ ഭൂമിന്റെ തൂക്കം ചെരുവ് ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്കാണ് വെള്ളത്തിന്റെ നീരൊഴുക്കുണ്ടാവുക, അവിടെ കിണർ കുഴിച്ചാലൊക്കെ പിന്നെ വെള്ളം കാണാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ നമുക്ക് ഈ അറിയാം ഈ ഒരു കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏത് ഭാഗത്തേക്കാണോ ചെരുവ് വെച്ചാൽ ആ ഭാഗത്തായിരിക്കും നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് വെള്ളം കൂടുതൽ. എന്നാൽ പലപ്പോഴും ഈ കുന്നിന്റെ മുകളിൽ ഇഷ്ടംപോലെ വെള്ളം കാണാം. കുഴൽക്കിണറൊക്കെ അടിച്ചാൽ കുന്നിന്റെ ഏറ്റവും മുകളിൽ നല്ല ഉയർത്ത് നല്ല വെള്ളം കാണും ചെയ്യും. എന്നാൽ താഴ്ഭാഗത്തേക്ക് വെള്ളം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തന്നെ അനുഭവമാണ്. പാടത്ത് കുഴൽക്കിണർ 515 അടി അടിച്ചിട്ട് വെള്ളം കുറച്ചേ ഉണ്ടായുള്ളൂ. കുന്നിന്റെ മുകളിൽ 330 അടിച്ചപ്പോൾ തന്നെ പിന്നെ വെള്ളം അടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ താഴ്ത്താൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം ഉണ്ടാവും ചെയ്തു. അത് കുന്നിന്റെ മുകളില്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ ചെരുവ് ഭാഗത്തേക്കാണ് അവിടെ വെള്ളം കൂടുതൽ എന്നുള്ള അവസ്ഥയ്ക്ക് എതിരാണല്ലോ ഇപ്പൊ കണ്ടത്. കൂട്ടത്തില് ഈ തേങ്ങ കൊണ്ട് സ്ഥലം നോക്കണ്, ചെയിന് കൊണ്ട് സ്ഥലം നോക്കണ്, അതിലൊക്കെ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ എന്നുകൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി ഉസ്താദ് DCI അൻവർ ഉസ്താദ് കേൾക്കില്ലേ? അൻവർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? എന്റെ ബിസ്മില്ലാഹി ഉസ്താദ് ചോദ്യം ചോദിച്ചപ്പോ തന്നെ DCI പോയി. അൻവർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അവിടെ നാട്ടില് കറണ്ടിന്റെ പ്രശ്നമാണുള്ളത്. അത് അദ്ദേഹത്തിന്റെ മോഡൊക്കെ അൽഹംദുലില്ലാഹ് നല്ല ക്ലിയർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ തന്നെയാണ്. പക്ഷെ അതിനുള്ള പ്രശ്നം കറണ്ട് കണക്ഷനാണ്. ഇടക്കിടക്ക് കറണ്ട് പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് നാട്ടില്. ഇന്നലെ ഇടിമഴയൊക്കെ ആയിരുന്നു. ഏതായാലും ജാഫർ മണ്ണിയില് ഉസ്താദ് മറുപടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ചോദിക്കാം. കാരണം എല്ലാവരും കൂടി ചോദിച്ചാൽ ചോദ്യങ്ങള് മറുപടി പറയുമ്പോ ഉസ്താദ് കേൾക്കുന്നില്ലേ? ഉസ്താദ് DC ആയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തിയ ശേഷം ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ചോദ്യകർത്താവും DC ആയിട്ടുണ്ട്, ഉസ്താദും DC ആയിട്ടുണ്ട്. ഫസൽ ഉസ്താദ് കേൾക്കില്ലേ? നിങ്ങൾ മൈക്കിൽ വരിക. എന്നാലും ചോദ്യകർത്താക്കളൊക്കെ ഒന്ന് റിസൈൻ ചെയ്ത് വരിക. ചോദിക്കാൻ ചോദ്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. സംശയങ്ങൾ ഇത് സംശയം തന്നെ ഉള്ളൂ. എവിടെ ചെന്നാലും ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇത് അവര് വെറുതെ നമ്മുടെ ബാത്റൂം അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്നിട്ട് അവസാനം പറയും അതിന്റെ മറ്റുള്ള ഒരു ഉസ്താദിന്റെ അടുത്ത് ചെല്ലുമ്പോ പറയും അതിനൊന്നും ആവശ്യമില്ല എന്നും പറയും. എനിക്ക് എന്റെ തന്നെ കുടുംബത്തിലൊക്കെ അനുഭവമുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ മാറ്റാൻ പറഞ്ഞു. പിന്നെ മറ്റൊരാളെടുത്ത് ചെല്ലുന്നപ്പോ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് അല്ലാഹു അലം. ഏതായാലും അൻവർ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ചോദ്യം പിന്നെയും പോയോ? ഒന്ന് കരിയാറിന്റെ പിന്നെയും DC ആയിട്ടുണ്ട്. നാട്ടിലെ നെറ്റല്ലേ? നെറ്റുമായ പ്രശ്നമല്ല. ലാപ്ടോപ്പൊക്കെ ബാറ്ററി ഉണ്ടാവും. പക്ഷെ നെറ്റിന് കറണ്ട് കണക്ഷൻ തന്നെ വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഉസ്താദ് എത്തിയില്ലേ? ഉസ്താദ് എന്താണ് വല്ലാതെ വന്നു പോയി കൊണ്ട് നിൽക്കണം. ക്ലാസ്സിൽ കയറുന്നുണ്ട്, അതുപോലെ തന്നെ പോകണം. ഇനി മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരുന്ന. ഏതായാലും നമ്മുടെ അസറിന്റെ സമയമായിട്ടുണ്ട്. അൻവർ ഉസ്താദ് എത്തിയിട്ടുണ്ട്. മൈക്കിൾ ലേശം നെറ്റ് പോവാണേ, അതാ പ്രശ്നം. ഹലോ, കേൾക്കുണ്ടോ? നെറ്റ് പോവാണ്. മുമ്പിൽ പറഞ്ഞതേ എപ്പോഴേ പറഞ്ഞത് ഈ കുന്നിന്റെ പറഞ്ഞാല് ഒരു കുന്നുണ്ടെങ്കിൽ കുന്നിൽ വെള്ളം കിട്ടും, താഴത്ത് വെള്ളം കിട്ടുന്നില്ല പറഞ്ഞാല് ഞാൻ പറഞ്ഞ അതല്ല. ഒരു നിരപ്പായി കിടക്കുന്ന ഒരു ഭൂമി നാം ചെന്ന് നോക്കിയാല് അതിന് ചില ഭാഗം
പ്രകൃതിപരമായിട്ട് തന്നെ ഇങ്ങനെ സ്ലോപ്പായിട്ട് ചെറിയൊരു കുന്നുപോലെ നമുക്ക് ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ മണ്ണിട്ടിട്ട് നമ്മളിങ്ങനെ കുന്നാക്കുകയല്ല, അങ്ങനെയുള്ള അത് ഭൂമിയുടെ കിടപ്പ്, അതിന്റെ പാറകളുടെ കിടപ്പൊക്കെ അതേ ചരിവായിരിക്കും എന്നാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ കാര്യം മാത്രമല്ല, ഭൂമിശാസ്ത്രജ്ഞന്മാര് പറയുന്നപ്പോ ഈ പറഞ്ഞ പാലക്കാട് ഭൂഗർഭജല അതോറിറ്റിയില് ചെന്ന് നമ്മളവിടെ 1750 രൂപ കെട്ടിയിട്ട് നോക്കിയാൽ അവർ ഈ കാണുന്ന തിയറി അവർ നോക്കാറുണ്ട്. അതൊരു ഭൂമിന്റെ കിടപ്പാണ്. അത് മാത്രമല്ല, ഈ സ്ഥാനം നോക്കുന്നവർക്ക് ഭൂമിന്റെ കിടപ്പ് നോക്കിയാൽ തന്നെ അവര് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും. മറിച്ച് ഒരു കുന്നിന്റെ മുകളിൽ വെള്ളം കിട്ടുന്നു, താഴത്തേല് വെള്ളം കിട്ടുന്നില്ല, അവർക്ക് സ്വാഭാവികം. ഒരു സ്ഥലത്തിന്റെ സാധാരണ ഗതിയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. നിരപ്പായ സ്ഥലത്ത് തന്നെ ചെറിയ വലിയ കുന്നല്ല, സ്ഥലത്തിന്റെ കിടപ്പ് ചരിഞ്ഞു കിടക്കുന്ന ഒരു കിടപ്പാണെങ്കിൽ അങ്ങനെ കിട്ടാറുണ്ട് കൂടുതലായിട്ടെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ അങ്ങനെ നിർബന്ധമായും അവിടെ കിട്ടണമെന്നില്ല. പിന്നെ നമ്മൾ നെല്ലിക്കൊമ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെച്ചിട്ടോ ആ നോക്കലോ അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിക്കാർ ചെയ്യുന്നത് പോലെ ഭൂഗർഭജലത്തിന്റെ അതോറിറ്റിക്കാർ ചെയ്യുന്നത് പോലെ അവരുടെ മിഷ്യൻ വെച്ചിട്ടോ വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. അത് വിഷയം വേറെ. മറിച്ച് ഒരു കുറേയൊക്കെ ഏകദേശമൊക്കെ സ്ഥലത്തിന്റെ ഗർഭം മനസ്സിലാക്കിക്കൊണ്ട് നാം വെള്ളത്തിന് വേണ്ടി സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ വെള്ളം അവിടെ കാണാറുണ്ട്. അത്രേ ഒന്നും ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബിസ്മില്ലാഹി ഉസ്താദ് മുഴുവൻ കേട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. ഏതായാലും ഉസ്താദ് DC ആയി പോയിട്ടുണ്ട്. ഉസ്താദിന്റെ ചോദ്യത്തിനെല്ലാം മറുപടി തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജാഫർ മണ്ണിയിൽ പോയോ? ഇവിടെ അസ്രഭാഗം കൊടുത്തിട്ടുണ്ട്. അതാവും ഏതായാലും ബിസ്മില്ലാഹി ഉസ്താദ് ചോദ്യം റിസാൻ ചെയ്തിട്ടുണ്ട്. മൈക്കിൾ ലിസ്റ്റ്. അസ്സലാമു അലൈക്കും. പിന്നെ ഈ തേങ്ങ കൊണ്ട് സ്ഥാനം നോക്കലുണ്ട്, വെള്ളം ഉണ്ടോ നോക്കുക. അതുപോലെ തന്നെ ഒരു കയ്യിൽ ചെയിന് പിടിച്ച് ആട്ടിയിട്ട് ഇങ്ങനെ നോക്കുക. ഇതിലൊക്കെ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ എന്നൊന്ന് വിശദീകരിച്ചാണ്. അതായത് ഇപ്പൊ ഞാൻ സ്ഥാനം നോക്കുന്നത് കുടം വെള്ളം വെച്ച് നോക്കും, മാല പിടിച്ച് നോക്കും, പുളിങ്കൊമ്പ്, നെല്ലിക്കൊമ്പ്, തേങ്ങ ഇതൊക്കെ വെച്ച് നോക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാല് ഇത് ശരിക്ക് രക്തഗ്രൂപ്പ് ഏതാണെങ്കിലും ശരി, അതിൽ നമുക്ക് ഇരുമ്പിന്റെ സത്ത നമ്മുടെ ശരീരത്തില് ബ്ലഡിലൊക്കെ കൂടുതലായിട്ട് അയൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കെന്താണ് ഈ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയും. അല്ലാതെ തേങ്ങ കൊണ്ട് നോക്കി മാത്രമേ നോക്കാൻ പറ്റുള്ളൂന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഈ അയൺ കൂടുതലാകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതൊക്കെ നമുക്ക് അനുകൂലമായി പ്രതികരിക്കുന്നത്. മാല പിടിക്കുമ്പോൾ കറങ്ങുന്നത്. ഇപ്പോ എന്റെ ഓ നെഗറ്റീവാണ്, ഓ പോസിറ്റീവാണ്. പക്ഷെ എന്റെ ജ്യേഷ്ഠന്റെ ഓ പോസിറ്റീവാണ്. എന്നാൽ ജ്യേഷ്ഠന് പിടിക്കുമ്പോൾ കറങ്ങുന്നില്ല, ഞാൻ പിടിക്കുമ്പോൾ കറങ്ങുന്നുണ്ട്, മാല കറങ്ങുന്നുണ്ട്. അത് രക്തത്തിലുള്ള അയണിന്റെയും മറ്റൊക്കെ കൂടുതൽ ഏറ്റക്കുറച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഇത് കറങ്ങുന്നത്. അല്ലാതെ അത് ബി പോസിറ്റീവായ ആൾക്കോ എ നെഗറ്റീവായ ആൾക്കോ മാത്രമേ കറങ്ങുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ കണ്ടാൽ അവരൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ആ പിടുത്തത്തിന്റെയും അതുപോലെ തന്നെ തേങ്ങ പിടിക്കുന്നതിന്റെയും ആ രീതി ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നിഷ്പ്രയാസം സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പില് ഇവർ അയണിന്റെ അത് എത്ര കണ്ട് കൂടുതലുണ്ട് എന്ന് നാം ഒന്ന് ചെക്ക് ചെയ്യണം. എന്നാലേ നമുക്കത് നോക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റേ തേങ്ങ കൊണ്ട് നോക്കുന്നത് ശരിയാണ് തെറ്റാണ് അങ്ങനെയല്ല. അതൊക്കെ ഇതിന്റെ ഇതുകൊണ്ടാണ് കിട്ടുന്നത്. അസ്സലാമു അലൈക്കും. പിന്നെ ഈ സ്ഥാനം നോക്കുന്ന കാര്യത്തിലേക്ക് ഇപ്പൊ ഭൂമിയിൽ വെള്ളം ഉണ്ടാവും. ഭൂമിന്റെ അടിയിൽ കൂടെ വെള്ളം പോണ സ്ഥലമുണ്ട്, പോവാത്ത സ്ഥലമുണ്ട്. സത്യത്തിൽ ഈ സ്ഥാനം നോക്കലൊക്കെ ഒരു തരികിട എന്നിപ്പോ ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ വേറെ ആൾ പറയുകയാണെങ്കിൽ അതിലൊരു യാഥാർത്ഥ്യമില്ലേ? നമ്മൾ സ്ഥാനം നോക്കണ്, ഒരാളെ കൊണ്ടുവരും. ഇപ്പൊ ഈ ഒരാളിപ്പോ കിണർ കുഴിക്കുകയാണെങ്കിൽ അയാൾ പൈസ ഇറക്കുന്ന ആളാണ്.
അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനം നോക്കി എന്തായാലും വേണ്ടിയില്ല ഒരു സ്ഥാനം നോക്കുക എന്നൊരു ഒരവസ്ഥ ഉണ്ടാവും. കാരണം പൈസ ഇറക്കാൻ പോവുമല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സ്ഥാനം നോക്കലൊക്കെ വല്ല അടിസ്ഥാനം ഉണ്ടാ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഥാനം നോക്കിയിട്ട് പിന്നെ കിണർ കുഴിക്കുകയാണെങ്കിൽ അതിൽ ബോർവെൽ അടിക്കുകയാണെങ്കിൽ എല്ലായിടത്തും വെള്ളം വേണം. സ്ഥാനം കുഴിച്ച് ആ സ്ഥാനം കണ്ട സ്ഥലത്ത് വെള്ളം ഉണ്ടാവുന്ന നിർബന്ധം. അങ്ങനെയല്ല സ്ഥാനം. ഇത് എത്രയേ വെള്ളമില്ലാതെ ആവുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരാൾ സ്ഥാനം നോക്കാൻ വേണ്ടി ഒരു കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളിനെ കൊണ്ടുവരുന്ന സ്ഥാനം നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു സ്ഥാനം കാണിച്ചു കൊടുക്കുന്നു. അതില് വെള്ളം ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ പറയും ഇന്ന ആള് സ്ഥാനം നോക്കി നല്ല വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം കിട്ടിയില്ലെങ്കിലോ എന്തെങ്കിലും സംഭവിക്കും, അയാളൊന്നും മുണ്ടൂല, അയാൾ മുണ്ടാതിരിക്കുള്ളൂ. ഇതാണല്ലോ അവസ്ഥ. വെള്ളം ഉണ്ടായാൽ സ്ഥാനം നോക്കിയ ആൾക്ക് പബ്ലിസിറ്റി ആയി, ഇല്ലെങ്കിലോ ഒന്നും സംഭവിക്കൂല. എനിക്ക് തന്നെ അനുഭവം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം പിന്നെ സ്ഥാനം നോക്കി വെള്ളം അടിച്ചു 360 അടിയിലും പൊടി ഇങ്ങനെ തൂളിച്ചു. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞു പോയിട്ട് 360 അടിയിൽ അടിച്ചിട്ട് പിന്നെ പൊടി ഇങ്ങനെ തൂളിച്ചിട്ട് അവസാനം പൈപ്പ് അടക്കണ്ട് വലിപ്പിച്ചു ഞാൻ. എന്നിട്ട് ഇയാൾക്ക് വിളിച്ചപ്പോ കണ്ടിയില്ലല്ലേ, അതന്നെ അത്രേ ഉള്ളൂ ഉണ്ടായത്. അപ്പൊ ഇതൊരു ഒരു ശരിക്കും പറഞ്ഞ ഒരു തരികടയാണെന്നാണ് ഇപ്പൊ എന്റെ അഭിപ്രായം. അങ്ങനത്തെ പല അഭിപ്രായക്കാരുണ്ട്. ആ അഭിപ്രായത്തിന് വലിയ വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ടോ? കാരണം ഭൂമിന്റെ അടിയിൽ വെള്ളമുണ്ട്, ചില സ്ഥലത്തൊക്കെ വെള്ളമുണ്ട്, എല്ലായിടത്തും വെള്ളമില്ല. അപ്പൊ ഈ ഒരാൾ വന്നിട്ട് സ്ഥാനം കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ ബോർവെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തിപ്പെടും, അപ്പൊ വെള്ളം കിട്ടും. ഇല്ല, വെള്ളം കിട്ടൂല. വെള്ളം കിട്ടിയാൽ സ്ഥാനം നോക്കിയ ആൾക്ക് പേര്, ഇല്ലെങ്കിലോ ഈ സാധു ഒന്നും ഉണ്ടൂല. അതാണ് അവസ്ഥ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും മഗ്‌രിബ് വാങ്ങി കൊടുക്കാനായി. മനുഷ്യന്റെ മറുപടിയും പറയാം. ഇപ്പൊ നമ്മൾ ഈ ചയം പിടിച്ചിട്ടും പുളിങ്കൊമ്പ് പിടിച്ചിട്ടും നെല്ലിക്കൊമ്പ് പിടിച്ചിട്ടും തേങ്ങ പിടിച്ചിട്ടൊക്കെ സ്ഥാനം നോക്കുന്നത് അടിയിൽ എന്തോ ഒരു നീര് ഉറവ ഉണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെള്ളത്തിന്റെ വലിയൊരു സ്രോതസ് അടിയിലുണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോ ഈ ഉള്ളിത്തോട് പോലെയാണ് ചില ഭാഗങ്ങളില് ഈ പാറ അടുക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ ചില ഭാഗങ്ങളിൽ ഉള്ളത് ഈ കാക്കപ്പൊന്ന് പോലത്തെ പാറയാണെങ്കിൽ അത് ഒലിച്ചിട്ടുണ്ടാവും. അവിടെ മഴ പെയ്താൽ അവിടെ റീചാർജ് ആവുമ്പോ അവിടെ കുറച്ച് വെള്ളങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്ത് പിടിച്ചാലും മാല കറങ്ങും, നല്ല ഒഴുക്കുള്ള ഭാഗത്ത് പിടിച്ചാലും മാല കറങ്ങും. പല കുഴക്കിണറുകളും കുഴിക്കുമ്പോ കുഴമ്പ് രൂപത്തിൽ പിന്നെ വരും, പിന്നെ തീരെ ഉണ്ടാവൂല. അതൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽപ്പെട്ടതാണ്. ഇടയിലുള്ള പാറയിലാണ് തങ്ങി നിൽക്കുന്നതെങ്കിൽ അവിടെയും ഈ പറഞ്ഞ സ്വർണ്ണമാല കറങ്ങും, അതേപോലെ തന്നെ പുളിങ്കൊമ്പ് കറങ്ങും. നല്ല വെള്ളമുള്ളവരെയും പുളിങ്കൊമ്പ് കറങ്ങും. അപ്പോൾ അടിയിൽ എന്തോ ഒരു ദ്രാവകത്തിന്റെ ഉറവ ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് വെള്ളമാവാം, ഈ പറഞ്ഞ അതുപോലെ തന്നെ ഒരു ദ്രാവകമാവാം, അല്ലെങ്കിൽ ഈ ചെറിയ അടിയിൽ ഒലിച്ചുപോയി കാട്ടുപൊന്ന് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒലിച്ചുപോയിട്ട് ചെറിയ പാറ മടകൾ ഉണ്ടാവും, അതിൽ വെള്ളം തങ്ങി നിൽക്കുന്നതാവാം, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഭൂമിന്റെ അടിയിലുള്ളതാണ്. പടച്ചോൻ നമുക്ക് ഏകിയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കിട്ടും. അപ്പൊ സ്വാഭാവികം ഇത്ര അടിക്ക് വെള്ളം കിട്ടും ചോദിക്കുമ്പോ നമ്മുടെ കയ്യിൽ കിടക്കുന്ന പുളിങ്കൊമ്പ് കറങ്ങുന്നതിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ ഇത്ര അടിക്കെന്ന് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കണം. അല്ലാതെ ഇത് നോക്കുന്നത് തട്ടിപ്പാണെന്നോ അത് പരിപൂർണമായിട്ട് ശരിയല്ലാന്നെന്നും നിഷേധിക്കാൻ പറ്റൂല. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുപാട് നോക്കിയവർ തന്നെ ഗവൺമെന്റിനെ നോക്കാൻ പോയിട്ട് അവിടെ മിഷ്യൻ വെച്ച് നോക്കുമ്പോ അവർ കറക്റ്റാണ് കാണിക്കുന്നുണ്ട്, എന്നിട്ട് വെള്ളം കിട്ടാത്ത ഭാഗമില്ലേ? അപ്പൊ മിഷ്യൻ നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ്. ചില ഭാഗങ്ങളിൽ വെള്ളത്തിന് ചെറിയ സാധ്യതയുണ്ടാകും, അത് കഴിഞ്ഞാൽ ചിലപ്പോ തനി പാറയായിരിക്കും, ചിലവിടെ നല്ല ഒഴുക്കുണ്ടാവും. അതൊക്കെ അവരുടെ ഭാഗ്യം പോയിരിക്കുന്നതിൽ പറയാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പൊ ചുരുക്കത്തില് വെള്ളം കിട്ടിയാൽ ഓരോരുത്തരുടെ ഭാഗ്യമാണ്, അതിന് പ്രത്യേകിച്ച് സ്ഥാനം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പൊ നിങ്ങളെ ഉസ്താദിന്റെ ഒക്കെ ഒന്നും കിട്ടിയത്. പിന്നെ നിങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലൊക്കെ നീരുള്ളടത്ത് ഇത് കാണിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആ അവസ്ഥ ഈ നമ്മുടെ നാട്ടിലിപ്പോ കേരളത്തിലൊക്കെ പാടങ്ങളുണ്ട്, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. അവിടെ ഇപ്പൊ എവിടെ കുഴിച്ചാലും 1 മീറ്റർ 2 മീറ്റർ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം കാണും. ആ കാണുന്നതിനൊക്കെ ഇതിങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ പാടത്താകുമ്പോ അങ്ങനെയാണല്ലോ. കേരളത്തിലെ കൃഷി സ്ഥലങ്ങളിലൊക്കെ പാടങ്ങളിലൊക്കെ നെല്ലുണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഏത് വേനലിലും ഒന്ന് 2 മീറ്ററോ 3 മീറ്ററോ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം കാണും. അപ്പൊ അവിടെ ഒന്നും ഒരിക്കലും ഈ പണി ചെയ്യരുത്. ഈ സ്ഥാനം കാണിക്കണവർ ഒരിക്കലും അത് ചെയ്യരുത് എന്നാണ് ഇതിൽ കൂടെ പറയാനുള്ളത്. അങ്ങനെ ആ സാധുക്കളൊന്നും പറ്റിക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ ഇതിൽ കൂടെ പറയാനുള്ളത്. കാരണം എന്താണ്, ഈ ചെറിയ നീരുണ്ടെങ്കിൽ തന്നെ ഈ പൊളിങ്കുമ്പും ചെയിനൊക്കെ ഇളകും.
എന്നിട്ടും ആളുകൾ ഇതിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ 1000 റുപ്യയും 1500 2000 മേടിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ കൂടെ കേൾക്കുന്ന ആൾക്കാർ അതിനൊന്നും ഏതായാലും നമ്മളിപ്പോ ഈ കുഴൽക്കിണർ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും കിണർ കുഴിക്കാൻ പോണ ആളെ കുറിച്ചിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് 30,000 50,000 ഇറക്കുമ്പോ ആരെങ്കിലും പറഞ്ഞൊരു വാക്കുമ്പലെങ്കിലും പിടിച്ചിട്ട് ചെയ്യുക, ഇന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യാണത്. അപ്പോ സഹോദരന്മാരോട് പറയാനുള്ളത്, ഭൂമിന്റെ അടിയിൽ വെള്ളം പലയിടത്തും ഉണ്ട്, അവിടേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതാണ്, അല്ലാതെ സ്ഥാനം നോക്കില്ലെന്നൊരു കാര്യമില്ല എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. ബിസ്മില്ലാഹി പറഞ്ഞത് പരിപൂർണമായി ഭയങ്കര അബദ്ധമാണ് പറയുന്നത് കേട്ടോ. കാരണം പറഞ്ഞാല് നിങ്ങൾക്ക് കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ലാന്ന് പറഞ്ഞ ആ ദേഷ്യം മറ്റുള്ളവർ മുഴുവൻ പറയുന്നത് കഴിഞ്ഞാല് ആ പാവങ്ങളും പോയിട്ട് വെള്ളമില്ലാത്തവരെ കുഴിച്ചിട്ട് പിന്നെ വെള്ളം കിട്ടാതിരുന്ന അവരുടെ കാശും പോവാനും ചെയ്യുക. മറിച്ച് നിങ്ങൾ പാടത്ത് പറഞ്ഞ സാധാ ഓപ്പൺ വെല്ലിന്റെ കാര്യമാണത്. ഓപ്പൺ വെല്ലിന്റെ കാര്യം പറഞ്ഞാല് പാടത്ത് ആരും സ്ഥാനം നോക്കണ്ട, അവരെ കുഴിച്ചാലും വെള്ളം കിട്ടും. പക്ഷേ ബോർവെൽ എന്നുള്ള സാധനം അത് പാറന്റെ അടിയിൽ കിടക്കുന്ന വെള്ളമാണ്. അത് തോന്നാതെ പോയിട്ട് കുഴിച്ചാലൊന്നും വെള്ളം കിട്ടൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു സ്ഥാനം നോക്കുന്ന ആളുടെ അപൂർവങ്ങളിൽ ഇപ്പൊ 100 നോക്കിയാൽ 10 നോക്ക് അല്ലെങ്കിൽ 15 നോക്കി 20 നോക്കി പരാജയപ്പെട്ടാൽ അത് നോക്കുന്നത് തനി അബദ്ധമാണെന്ന് പറയാൻ പറ്റൂല. നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല, ആ വികാരമാണ്. പക്ഷെ ആ വികാരം മറ്റുള്ളവര് അത് ഉൾക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്ഥാനം നോക്കുന്നതിൽ കാര്യമില്ല എന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഭയപിടിക്കാനുള്ള പരിപാടി പ്രോഗ്രാം ഉണ്ട്. ഏതായാലും നിങ്ങൾക്ക് ജനങ്ങൾക്ക് തെറ്റായ ഒരു നിർദ്ദേശം കൊടുക്കരുത്. കാരണം പറഞ്ഞാല് എല്ലാവരും നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് എല്ലാവരും അതിൽ കുടുങ്ങിക്കോട്ടെ, അവിടെ തോന്നിയപ്പോൾ കുത്തിയ വെള്ളം കിട്ടൂല. അതുകൊണ്ട് കുഴക്കുന്നവർക്ക് സ്ഥാനം നോക്കിയിട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ പറഞ്ഞത് ഒരു അബദ്ധമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് പറഞ്ഞാട്ടിക്കാണെന്നാൽ നിങ്ങൾ തേങ്ങ കൈ പിടിച്ചു നടന്നിട്ട് അല്ലെങ്കിൽ ഒരു പുളിക്കൊമ്പ് പിടിച്ചു നടന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഈ സാധാ കിണർ കുഴിക്കുന്നിടത്തുള്ള അവസ്ഥയാണ് ഈ വെള്ളത്തിൻ്റെതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പുളിക്കൊമ്പും തേങ്ങയും പിടിച്ചു നടക്കുമ്പോ ഭൂമിന്റെ അടിയിൽ അല്ലെങ്കിൽ 100 200 300 400 അടിയിലുള്ള വെള്ളമാണ് ഈ തേങ്ങയും അല്ലെങ്കിൽ ചെയിനും കാണിക്കാന്ന്. ആ പറയുന്നതാണ് അബദ്ധം. എങ്ങനെയാണ് ഈ തേങ്ങ അങ്ങനെ ഈ 300 400 പിന്നെ അടിയിലൂടെ പോണ വെള്ളത്തിനുണ്ട് ഇല്ലാന്ന് കാണിക്കല്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഞാൻ ഒരു കൊല്ലം മുമ്പ് പാടത്ത് കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീനായിട്ട് ഒരാൾ വന്നു. മെഷീനെ ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ ഇവിടെ ലൈന് പൊട്ടിയാൽ എന്തോ നോക്കണ അത്ര UAE അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാട്ടർ ലൈന് പൊട്ടിയിട്ട് എവിടെ ലീക്കുള്ളത് നോക്കാനുള്ള ഒരു മെഷീനാന്നൊക്കെ പറഞ്ഞേക്കണ്. അതിങ്ങനെ നടന്നാൽ ഇങ്ങനെ പൂക്കാം. മൂപ്പര് പറഞ്ഞു അവിടെ ഇഷ്ടം പോലെ 10-40 വീട്ടുകാർക്ക് കൊടുക്കാനുള്ള വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. പാടത്തെ കുഴൽക്കിണർ വെച്ചാൽ 10-40 വീട്ടുകാർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ള വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അതിന്റെ പുറമെ ഞാൻ വേറൊരാളെയും കൊടുന്നു, തേങ്ങ കൊണ്ട് നോക്കണ ആള്. മൂപ്പരും പറഞ്ഞ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ കുഴിച്ച് അവിടെ 40 ഒരു 2-3 വീട്ടുകാർക്കൊക്കെ വെള്ളമില്ലാന്നും പറയാൻ പറ്റൂല. അതും വലിയ ബോർവെല് 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ ഉള്ള വലിയ മെഷീൻ കൊണ്ടിട്ടുള്ളത് 515 അടി താത്തിയിട്ടുള്ളത്. അതേ സമയത്ത് കുന്നിന്റെ മേലെ കുഴിച്ചപ്പോ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായി. 330 അടിച്ചപ്പോ പിന്നെ അടിക്കാൻ വയ്യാത്ത വെള്ളം ഉണ്ടാവും ചെയ്ത്. അപ്പൊ ഇതെന്താണ്? അപ്പൊ ഭൂമിന്റെ അടിയിൽ ചിലയിടത്തൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കുഴിക്കുമ്പോ നമ്മളെ ഭാഗ്യത്തിന് അവിടെ എത്തിയിട്ട് അത് പെടണം. അപ്പൊ നമുക്ക് വെള്ളം കിട്ടും. അല്ലാതെ ഈ തേങ്ങ കൊണ്ടും പിന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്നാണ്. അത് വെറുതെ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. തേങ്ങ കൊണ്ട് നോക്കിയാൽ ഇത്ര ഇതിന്റെ അടിയിൽ കൂടെ ഉള്ള വെള്ളമൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് ശരിക്കും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നല്ല നോക്കിയിട്ട് അവിടെ കുറ്റി അടിച്ചിട്ട് ബോർവെൽ കൊടുത്തിട്ട് അതിന്റെ ആ റോഡ് ശരിക്കും കറക്റ്റിൽ വെച്ചിട്ട് അവിടെയാണ് ഇവര് താത്തുന്നത്. എന്നിട്ട് അതിൽ വെള്ളം കിട്ടാത്ത എത്ര സംഭവമുണ്ട്. അങ്ങനെ ഇതൊക്കെ ശരിയാണെങ്കിൽ വെള്ളം കിട്ടാതിരിക്കാൻ പാടില്ലല്ലോ, ഇത് നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോ ഇത് ഇഷ്ടം പോലെ കിട്ടണുണ്ട്, എന്നാൽ കിട്ടാത്തതുണ്ട്. ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നുണ്ട്. ആ ഭാഗ്യം ഇപ്പൊ ഒരാൾ വന്ന് കുറ്റിയടിച്ചുകൊണ്ട് മാത്രമല്ലല്ലോ ഇപ്പൊ ഈ ഭാഗ്യം ഉണ്ടാകുക. കിട്ടണം, അങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് കിട്ടണം. അപ്പോ ഭൂമിന്റെ അടിയിൽ എവിടെയൊക്കെ വെള്ളമുണ്ട്, അതിൽ ഓരോരുത്തരുടെ ഭാഗ്യത്തിന് ചെന്ന് പെടുന്നു, അവർക്ക് വെള്ളം കിട്ടുന്നു, അതിൽ പെടാത്തവർക്ക് വെള്ളം കിട്ടുന്നില്ല. ഇതിൽ കുറ്റിയടിക്കലോ സ്ഥാനം നോക്കൽ യാതൊരു ബാധകമല്ല. അത് വെറും തരികടയാണ് എന്നാണ് എന്റെ അഭിപ്രായം.
അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി. നിങ്ങളെ മാനസിക വിഷമം നമ്മൾ മനസ്സിലാക്കണോ? നിങ്ങൾക്ക് കരുകടിയാണ് ഈ സ്ഥാനം നോക്കുന്നത് എങ്കിൽ നിങ്ങളത് നോക്കണ്ട. ഇനി അതല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെ കൊണ്ട് നോക്കിക്കണ്ട. നിങ്ങൾക്ക് സ്വന്തമായി കഴിവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അതിന് വിരോധമില്ല. മറിച്ചിപ്പോ സ്ഥാനം നോക്കണവരെ വിളിക്കണം, നിർബന്ധമായിട്ട് വിളിക്കണം എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ നോക്കിക്കാം, അല്ലെങ്കിൽ നോക്കാതിരിക്കാം. അതൊക്കെ യുവർ ചോയ്സ്. പക്ഷെ പിന്നെ ഈ സ്ഥാനം നോക്കുന്നതും മെഷീനൊക്കെ നോക്കുന്ന തെളിയിടാൻ പറയാൻ പറ്റുമോ? അത് കമ്പ്യൂട്ടറാണെങ്കിൽ മറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചെറിയൊരു ചിന്ത കൊടുത്താൽ കിട്ടും. വെള്ളത്തിന്റെ സാന്ദ്രത മാത്രമല്ല, വെള്ളം എന്നൊരു വസ്തുവല്ല മെഷീൻ വെച്ച് നോക്കുമ്പോഴും കാണിക്കുന്നത് എന്തോ ഒരു ദ്രാവകം. അല്ലെങ്കിൽ അത് മാത്രമല്ല, ചില കാക്കപ്പൊന്നുള്ളവരെയും ഈ സാധനം കറങ്ങും, മെഷീൻ തെളിയും, ഇവർ കോല് കറങ്ങും. അതാ പറഞ്ഞത് ഭാഗ്യം എന്ന് പറഞ്ഞത്. രണ്ട് കുറ്റടിക്കുന്ന ആൾ അടിച്ചത് കൊണ്ട് ഭാഗ്യം എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ നിഷേധിക്കരുത്. ചില ദ്രാവകം പോലെയുള്ളവർക്ക് ഇറങ്ങും, വെള്ളമുള്ളവർക്ക് ഇറങ്ങും, ചില കാക്കപ്പൊണ്ണ് തന്നെ പല സൈസ് ഉണ്ട്, അവിടെ ഉള്ളവർക്ക് ഇറങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഇങ്ങനെ തന്നെ ഒരു വിഷമ രീതിയിൽ അത് പിന്നെ മാത്രമല്ല, ഇത് വെള്ളം നോക്കിയാൽ കിട്ടുമെന്ന് വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല. കിട്ടും, അത് വിശ്വസിക്കണം, നിർബന്ധമാണ്. ഇപ്പൊ തമ്പയിലേക്കും എന്നൊന്നും പറയുന്നില്ല. പക്ഷെ വേണമെങ്കിൽ വിശ്വസിക്കാം, അത്രയേ ഉള്ളൂ, പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. സ്ഥാനം കാണുന്ന രീതികളും വെള്ളം കിട്ടുന്ന രീതികളൊക്കെയാണ് ഈ പറഞ്ഞത്. മറിച്ച് ഇതിൽ തന്നെ ചർച്ച ചെയ്തിട്ട് വേറെ ആർക്കാണെങ്കിലും വേറെ രണ്ട് ഇൽമ കിട്ടുന്നത് കളയാൻ വെക്കണ്ട. അവർക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടെ. നിങ്ങളുടെ ചിന്താഗതി അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് തിരുത്താൻ പറ്റൂലല്ലോ. അസ്സലാമു അലൈക്കും.